തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈനികൻ തകർത്ത ക്രൂശിത രൂപം പുനഃസ്ഥാപിച്ച് IDF. തെക്കൻ ലെബനനിലെ ഡെബൽ എന്ന ക്രൈസ്തവ ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. ക്രൂശിത രൂപം തകർത്ത സംഭവം റിപ്പോർട്ട് ചെയ്ത നിമിഷം മുതൽ ഇതിനായുള്ള നടപടികൾ നോർത്തേൺ കമാൻഡ് സ്വീകരിച്ചിരുന്നു. സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ ക്രൂശിത രൂപം തകർത്തത് ഇസ്രായേൽ സൈനികനാണെന്ന് വ്യക്തമാക്കിയിരുന്നു. പലസ്തീൻ മാധ്യമപ്രവർത്തകനായ യൂനിസ് തിരവിയാണ് ദൃശ്യങ്ങൾ ആദ്യമായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. 6 സൈനികർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും ക്രൂശിത രൂപം തകർക്കുന്നതിനെ തടയാനോ മേലുദ്യോഗസ്ഥരെ അറിയിക്കാനോ ശ്രമിച്ചില്ല എന്നും IDFന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ക്രൂശിത രൂപം തകർത്ത സൈനികനെ 30 ദിവസത്തെ സൈനിക തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു. കാഴ്ചക്കാരായി നിന്ന മറ്റ് സൈനികർക്കെതിരെയും അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു. IDFന്റെ മൂല്യങ്ങൾക്കും ഉത്തരവുകൾക്കും നിരക്കാത്ത കാര്യങ്ങളാണ് സൈനികർ ചെയ്തതെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അതേസമയം തങ്ങളുടെ പോരാട്ടം ഹിസ്ബുള്ളയ്ക്കും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കുമെതിരെ മാത്രമാണെന്നും ലെബനനിലെ സാധാരണക്കാർക്കോ മതചിഹ്നങ്ങൾക്കോ എതിരല്ലെന്നും സൈന്യം വ്യക്തമാക്കി. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മതചിഹ്നങ്ങളോടുള്ള ബഹുമാനം സംബന്ധിച്ച നിയമങ്ങൾ സൈനികർക്കിടയിൽ കർശനമാക്കിയതായും പ്രസ്താവനയിൽ പറയുന്നു. ക്രൂശിത രൂപം തകർക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്.